ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്തപ്പോഴും മടിയായിരുന്നു ഇത് അപ്ലോഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, എന്തായാലും എടുത്തതല്ലേ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഞാൻ ചെയ്യുന്ന സ്കിൻ കെയറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒത്തിരി പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യത്തില്ല, കാരണം എനിക്ക് അലർജിയാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ, എങ്ങനെയാണ് സ്കിന്നിങ്ങനെ ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ജെന്യൂനായിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് ഇഷ്ടമാവും ഇഷ്ടമാവില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയും പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ അലർജിയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തണമെന്നും ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഐസ് റബ്ബാണ്. ഐസ് നമ്മൾ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കോട്ടൺ ക്ലോത്തിൽ വച്ചിട്ട് വേണം ഫേസിൽ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ ഐസ് ബേൺ ഉണ്ടാവും. എനിക്കിങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ശരിക്കും ക്ലോത്തിൽ വെച്ചിട്ട് തന്നെ റബ്ബ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ല കേട്ടോ. എനിക്ക് ഫേസിൽ ഭയങ്കരമായിട്ട് പോഴ്സ് ഒക്കെ ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എപ്പോഴാണോ എനിക്ക് അങ്ങനെ ഫേസിൽ തോന്നുന്നത് ആ ഒരു ടൈമിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഐസ് റബ്ബ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിലെ പഫ്നെസ് കുറയ്ക്കാനും അതായത് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നത് കുറയ്ക്കാനും ഈ ഐസ് റബ്ബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേർഡ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഭയങ്കരമായിട്ട് ടാൻ ആയിട്ട് വരികയെന്നുണ്ടെങ്കിൽ അപ്പോൾ കേർഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കേർഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടാൻ ആയതിനേക്കാളും കൂടുതലായിട്ട് ഡാർക്കൻ ആകും. തൈര് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസിലെ ഡാർക്ക് സ്പോട്ടൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ അത്രയും കെയറും കൊടുക്കണം. കാരണം നമ്മൾ നല്ലതുപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വേണം തൈരൊക്കെ എടുത്ത് മുഖത്തിടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഡയറക്റ്റ് നമ്മൾ സണ്ണിൽ കൊള്ളുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഡള്ളായത് കണക്ക് തോന്നും. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടാറില്ല. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര കെയർ കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അതെനിക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ടാൻ ആയിട്ട് വന്നാൽ മാത്രം ആ ഒരു 2-3 ദിവസം ഞാനിടും, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു 3-4 ദിവസം ഭയങ്കരമായിട്ട് എപ്പോഴും സൺസ്ക്രീനൊക്കെ പുരട്ടി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാനിടുന്ന ഒരു പാക്കാണ്. എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് പിമ്പിൾസ് വരാറുണ്ട് ഫേസിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പയർ പൊടിയും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾ, കൂടുതൽ എടുക്കത്തില്ല, ഒരു നുള്ളു മഞ്ഞളും കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറോ വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. പിമ്പിൾസ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു തരുതരാന്ന് വരുന്നൊരു ടൈമിൽ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ പിമ്പിൾസ് വലുതാകത്തൂല്ല, പെട്ടെന്ന് തന്നെ പിമ്പിൾസ് പോവും. വലുതായാലാണ് നമുക്കതിങ്ങനെ മാർക്സ് ഒക്കെ ആവുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾ മാർക്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പാക്കാണ്. ഞാൻ ഇത് തന്നെയാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ ഫേസിൽ നന്നായിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിൻ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഗ്ലിസറിൻ റോസ് വാട്ടറും ഇതുപോലെ യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിത് മസാജ് ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് ഒരു 5 മുതൽ 10 മിനിറ്റിനകത്ത് വരെ മസാജ് ചെയ്താൽ മതി. ഇതൊരു ചെറിയ ചൂട് പോലെ നമുക്ക് തോന്നും, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അപ്പം തന്നെ ഒത്തിരി നേരം അങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യരുത്. കുറച്ച് സമയം ഇട്ടതിന് ശേഷം തന്നെ അപ്പം തന്നെ ഫേസ് വാഷ് ചെയ്ത് കളയണം. നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് മാറ്റിക്കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരും. ആ പോർട്സിനകത്തൊക്കെ ഇത് ഇറങ്ങി നമുക്ക് ക്ലോഗായി ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിസറിനും റോസ് വാട്ടറും ഡെയിലി യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് ഒരു നേരം ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ മടി പിടിക്കാറുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഞാൻ ഡെയിലി 2 നേരം യൂസ് ചെയ്യും. ഇത് ഞാൻ എന്തൊക്കെ വന്നാലും മുടക്കം വരുത്താത്ത സാധനങ്ങളാണ്. അതായത് CTM, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ. ഇത്രയും സാധനങ്ങൾ ഞാൻ എന്തായാലും ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും 2 നേരം. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യും. അതിനുശേഷം നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ഗുഡ് വൈബ്സിൻ്റെ റോസ് ഗ്ലോ ടോണറാണ്. നിങ്ങൾ ചോദിക്കത്തില്ലേ ഫേസ് എന്താണ് ഇത്ര നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതെന്ന്? അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ, എല്ലാ മേക്കപ്പിന് മുമ്പ് ഞാൻ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെല്ലാണ്, പോൺസിൻ്റെ. ഇത് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് യാതൊരുവിധ പ്രശ്നവും സ്കിന്നിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിൻ
സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഇത് ഒട്ടും മിസ്സാക്കാത്തൊരു സാധനമാണ് കേട്ടോ. സൺസ്ക്രീൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയാണ്. ശരിക്കും ഏറ്റവും നല്ല റിസൾട്ടുള്ള സൺസ്ക്രീൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെ ആണ് കേട്ടോ. പക്ഷേ അത് പിമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക് അത് പറ്റത്തില്ല. എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഒട്ടും പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് വരുന്ന ഒരു സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഞാൻ ദിവസവും ചെയ്യുന്ന 2 തവണ ചെയ്യുന്ന കാര്യങ്ങളാണ് CTM-ഉം പിന്നെ സൺസ്ക്രീനും. ഇത് ഞാൻ മസ്റ്റായിട്ട് ചെയ്യാറുണ്ട്, ബാക്കി എന്തൊക്കെ ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്